നമസ്കാരം. അസ്ട്രോവേദിക് വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത്തവണത്തെ എപ്പിസോഡിൽ ഞാനിവിടെ പ്രതിപാദിക്കുന്നത് ഈ വർഷത്തെ കർക്കിടക വാവുബലിയെ കുറിച്ചാണ്. ഈ ആഗസ്റ്റ് മാസം 12-ാം തീയതി 1201 ആണ്ട് കർക്കിടകം 27-ാം തീയതി ബുധനാഴ്ചയാണ് നാം ഈ ബലി ഇവിടെ ആചരിക്കുന്നത്. പൂയം ആയില്യം നക്ഷത്രങ്ങളിലാണ് അമാവാസി പഞ്ചാംഗപ്രകാരം സ്ഥിതി ചെയ്യുന്നു. ഉദയാൽപരം 42 നാഴിക അന്ന് അമാവാസിയുണ്ട്. പൂയം നക്ഷത്രം ഉദയാൽപരം 4 നാഴിക മാത്രമേ ഉള്ളൂ. അത് ഒരു ഉദയത്തിന് ശേഷം 2 മണിക്കൂറിനുള്ളിൽ അത് അവസാനിക്കുന്നതാണ്. നമ്മുടെ ഭൂമിയുടെ മധ്യരേഖയിൽ നിന്ന് ആദിത്യൻ തെക്ക് ഭാഗത്തേക്ക് പോകുന്ന ഒരു സമയമാണ് ദക്ഷിണായനം. അത് വടക്കോട്ട് മാറി നിൽക്കുമ്പോൾ ഉത്തരായനവും ആകും. മിഥുനമാസത്തോടുകൂടി ഉത്തരായനം അവസാനിക്കുകയാണ്. ദേവന്മാരുടെ കർമ്മങ്ങൾക്കാണ് ഉത്തരായനത്തിൽ നാം ഏറെ പ്രാധാന്യം നൽകുന്നതെങ്കിൽ ദക്ഷിണായനത്തിൽ പിതൃക്കളുടെ കർമ്മത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. കർക്കിടക മാസം മുതലാണ് ദക്ഷിണായനം ആരംഭിക്കുന്നത്. കർക്കിടക മാസത്തിലെ അമാവാസി ദിവസം നാം കർക്കിടക വാവായി ആചരിക്കുന്നു. മൺമറഞ്ഞ പിതൃക്കളെ ഓർമ്മിക്കുന്നതും അവരോടുള്ള നന്ദി പ്രകടിപ്പിക്കുന്നതുമായ ഒരു ദിനമാണ് വാവ് ബലി. കേരളത്തിലും അതുപോലെ തന്നെ ഭാരതത്തിലും ഇതിനേറെ പ്രാധാന്യമുണ്ട്. ഈ ബലികർമ്മത്തിലൂടെ തലമുറകൾ തമ്മിലുള്ള ബന്ധവും നമ്മെ നാമാക്കിയ പിതൃക്കളെ ഓർമ്മിക്കുന്നത് ഈ കാലത്ത് ഏറ്റവും വലിയ പുണ്യമാണ്. അവർ ചെയ്ത സൽക്കർമ്മങ്ങളുടെ ഫലമാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയും ആ ബലികർമ്മങ്ങൾ ചെയ്യുന്നവരുടെ ശ്രേയസ്സും എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പല സജ്ജനങ്ങളും യുക്തിവാദികളും ജീവിച്ചിരിക്കുമ്പോൾ പിതൃക്കൾക്ക് ചെയ്താൽ പോരെ, മരണാനന്തരം ഇങ്ങനെ ചെയ്യുന്നത് വെറുതെയല്ലേ എന്ന് ചോദിക്കുന്നവരുമുണ്ട്. എന്നാൽ ജീവിച്ചിരിക്കുമ്പോഴും നാം അവരെ സ്നേഹിക്കണം, മരണാനന്തരം അവരെ ഓർമ്മിപ്പിക്കുക കൂടി ചെയ്യേണ്ടതാണ്. ലോകത്തെമ്പാടുമുള്ള മഹാന്മാരും രാഷ്ട്ര നിർമ്മാണത്തിൽ ഏർപ്പെട്ടവരും നേതാക്കന്മാരും അവരുടെ ഓർമ്മ ദിവസം നമ്മൾ ഔദ്യോഗിക ബഹുമതികളോടെ ആചരിക്കുന്നതായി നാം കാണും. അന്ന് അവരുടെ ബലികുടീരത്തിൽ പുഷ്പചക്രങ്ങൾ അർപ്പിക്കുന്നു. ഈ ബലിയുടെ കാലിക പ്രസക്തിയെക്കുറിച്ച് നമുക്ക് നന്നായി മനസ്സിലാക്കുവാൻ കഴിയും. കേരളത്തിലെ പ്രധാന കേന്ദ്രങ്ങളിൽ ഈ വാവ് ബലി ആചരിക്കുന്നു. വീടുകളിലും നദിക്കരയിലും ക്ഷേത്രങ്ങളിലും കടലോരത്തും കുളക്കരയിലും ഒക്കെ തന്നെ ഈ ബലികർമ്മങ്ങൾ ആചരിക്കുന്നത് ഇവിടെ പതിവാണ്. കേരളം സൃഷ്ടിച്ച തൻ്റെ പിതാവിനോടുള്ള ഓർമ്മ പുതുക്കലിനായി തിരുവല്ലത്ത് ബലിതർപ്പണം ചെയ്തതായി ഐതിഹ്യമുണ്ട്. അതുപോലെ തന്നെ ശ്രീരാമൻ തൻ്റെ പിതാവായ ദശരഥ രാജാവിനും ബലിതർപ്പണം തിരുവല്ലത്ത് ചെയ്തതായി ഐതിഹ്യമുണ്ട്. അതുകൊണ്ട് തന്നെ പിതൃതർപ്പണങ്ങളിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ക്ഷേത്രമാണ് തിരുവല്ലം. കൂടാതെ തിരുനാവായി മുകുന്ദ ക്ഷേത്രം, വയനാട്ടിലുള്ള തിരുനെല്ലി, പെരുമ്പാവൂരുള്ള ചേരാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, ആലുവ മണപ്പുറം, വർക്കല ശിവഗിരി എന്നീ കേന്ദ്രങ്ങളിൽ ഈ കർമ്മങ്ങൾ നല്ല രീതിയിൽ ആചരിച്ചു പോകാറുണ്ട്. ഈ കർമ്മത്തിൻ്റെ തലേ ദിവസം തന്നെ ഒരിക്കൽ എന്ന വ്രതം നാം കൈക്കൊള്ളണം. അതായത് അരിയാഹാരം നമ്മൾ ഒന്ന് ഉപേക്ഷിക്കണം. 48 മണിക്കൂർ വ്രതം ആചരിക്കണമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ബലി തുടങ്ങി
അവസാനിക്കുന്നവരെ ജലപാനം പോലും നാം കഴിക്കുവാൻ പാടില്ല. ബലിതർപ്പണത്തിന് ശേഷം മാത്രമേ നാം ആഹാരം ഭക്ഷിക്കാവൂ എന്നാണ് ആചാര്യന്മാർ നിർദ്ദേശിക്കുന്നത്. ആലപ്പുഴ മുതലായിട്ടുള്ള കേരളത്തിലെ മധ്യ ജില്ലകളിൽ തലേ ദിവസം രാത്രി തങ്ങളുടെ ഗൃഹങ്ങളെല്ലാത്തിനുള്ളിൽ ഒരു മുറിയിൽ വിളക്കു കത്തിച്ച് ഗണപതി ഒരുക്കൽ നടത്തി നവധാന്യങ്ങൾ പൊടിച്ച് അവരവരുടേതായ കാരണവർക്ക് ഇഷ്ടപൂജ്യങ്ങൾ നിരത്തി ദാഹം വയ്ക്കാറുണ്ട്. കാരണവർമാർ, അതായത് പിതൃക്കൾ, അത് അവിടെ വന്ന് ഭക്ഷിക്കുമെന്നാണ് വിശ്വാസ പ്രമാണം. ഈ ബലിതർപ്പണത്തിൽ ആവശ്യമായ വസ്തുക്കൾ നാം നോക്കുമ്പോൾ പിണ്ഡം അഥവാ ചോറ്, ജലം, ദർഭ എന്നിവ ഇതിന് ആവശ്യമാണ്. സ്നേഹമുള്ള പ്രിയരെ, ഭക്തജനങ്ങളെ, ഈ ബലിതർപ്പണം നമ്മുടെ ജീവിച്ചിരിക്കുന്നതായ സജ്ജനങ്ങൾക്ക് തൻ്റെ ഭവനങ്ങളിൽ സർവൈശ്വര്യവും സമ്പൽ സമൃദ്ധിയും പിതൃക്കളുടെ അനുഗ്രഹവും ലഭ്യമാകുന്നു എന്ന് മാത്രമല്ല, നമുക്കേറെ ഒരു വഴികാട്ടിയും മറ്റു ഗ്രഹദോഷങ്ങൾ വരാതിരിക്കുകയും അനിഷ്ട സംഭവങ്ങൾക്ക് വഴിമാറുകയും ചെയ്യുന്ന ഒരു പുണ്യ പ്രവൃത്തിയാണ് ഈ ബലിതർപ്പണം. പല ജ്യോതിഷികളെയും നാം സമീപിക്കുമ്പോൾ പിതൃദോഷം ഒരു എല്ലാ അനിഷ്ട സംഭവങ്ങളുടെയും ഹേതുവായി കാണാറ്. നാം എന്തു ചെയ്താലും എന്ത് വഴിപാടുകൾ ചെയ്താലും ഫലമില്ലാതെ വരും. അതിൻ്റെ ഹേതു ജ്യോതിഷി കണ്ടെത്തുമ്പോഴാണ് പിതൃദോഷം എന്ന സത്യത്തിലേക്ക് നാം പോകുന്നത്. അപ്പോൾ പിതൃക്കളെ പ്രീതിപ്പെടുത്തുവാൻ നമ്മൾ ജ്യോതിഷന്മാർ പല വഴിപാടുകളും നിർദ്ദേശിക്കാറുണ്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. നമ്മുടെ പിതാക്കന്മാരെയും പിതൃക്കളെയും ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് വേണ്ട ഭക്ഷണവും അവർക്ക് വേണ്ട കരുതലും അവരെ അരികിൽ ചേർത്ത് പിടിക്കുകയും മരണാനന്തരം അവർക്ക് ആചാരപ്രകാരം വേണ്ട ബലികർമ്മങ്ങളും മറ്റു കർമ്മങ്ങളും അനുഷ്ഠിച്ച് നിങ്ങൾ കൂടുതൽ ശ്രേയസ്സിലേക്ക് പോകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഇപ്പോഴത്തെ വാവുബലിയെക്കുറിച്ചുള്ള ചുരുങ്ങിയ രീതിയിലുള്ള പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.